ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അവിയൽ റെസിപ്പി കൊണ്ടാണ് കേട്ടോ. എൻ്റേതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയായി സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു അവിയൽ റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം കേട്ടോ. അവിയലിന് ആവശ്യമായത് കായ എടുത്തിട്ടുണ്ട്, മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, ചേന, ക്യാരറ്റ്, പയറ്, ബീൻസ്, പച്ചമുളകും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് മാറ്റാം കേട്ടോ. പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു പിടി വേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു കപ്പ് തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു പിടി വേപ്പില, 3 പച്ചമുളക്. ഇത് നമുക്ക് ചതച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ചിക്കല്ലേ, ചതച്ചെടുത്താ കേട്ടോ. ഒരു മിനിറ്റും കൂടെ അടച്ച് വെക്കാം കേട്ടോ. ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് മൂടി തുറന്ന് നോക്കാം. ഇനി തൈര് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തൈരാണ് ചേർത്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. ഒരു മിനിറ്റ് കൂടെ അടച്ച് വെക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് മൂടി തുറന്ന് ഒരു പിടി വേപ്പില, 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റിയായി സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അവിയൽ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. ഇനി പുതിയ വീഡിയോയുമായിട്ട് നാളെ വരാം.